ദൈവത്തിന് മഹത്വം. അഖിലാണ്ടത്തിൻ്റെ ഉടയവനും സർവചരാചരങ്ങളുടെയും അധികാരിയും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന സർവശക്തനായ പൊന്നേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിലൂടെ യാത്ര തുടരുകയാണ്. കാരണം എന്തെന്നല്ലേ, സഭാ പിണക്കങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മെത്രാൻ കക്ഷി അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയിലെ ബാബ തിരുമനസ്സുകൊണ്ട് ഇപ്രകാരം സോഷ്യൽ മീഡിയയിലൂടെ ശ്രവിച്ചപ്പോൾ കാണാനായിട്ട് കഴിഞ്ഞു. തീയും കഞ്ഞിയും അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് നാം കേൾക്കാനായിട്ട് ഇടയായി. ഒരു വാക്ക്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. എന്നാൽ ആരുടെയും തീയും വേണ്ട, കഞ്ഞിയും വേണ്ട. കാക്കയെ കൊണ്ട് ഏലിയാവിന് ഭക്ഷണം കൊടുക്കാൻ കൽപ്പിച്ച ഏലിയാവിൻ്റെ ദൈവം, ജീവിക്കുന്ന ദൈവം, ഇന്നും ആ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളത് ഉറക്കെ പറയുകയാണ്. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങി വന്നു. അപ്രകാരം തീ ഇറങ്ങി വരുന്ന ആ തീയാകുന്ന സർവശക്തനായ യേശു തമ്പുരാൻ നമ്മോട് പറയുകയാണ്. യെഹെസ്കേൽ 34:18 നോക്കിയാൽ കാണാം, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കുമെന്ന്. എന്തിനാണ് അപ്രകാരം പറഞ്ഞത് എന്ന് ആ തിരുവചനം ആദിയോടന്തം പരിശോധിച്ചാൽ, ഒന്ന് സഞ്ചരിച്ചാൽ കാണാം. എന്നാൽ ഇവിടെ ആവർത്തനം 33:4, 29-30 തിരുവചനം വായിച്ചാൽ കാണാം, യാക്കോബ് ആരായിരുന്നു? ഈ ഓർത്തഡോക്സും പത്രോസിന്റെ പടക്കുതിരയും ഒന്നുമല്ല. സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടമാണ്. ഈ ലോകത്തിന്റെ കോടതിയിലേക്ക് പോയിക്കൊള്ളുക. എന്നാൽ ഇതാ ഒരു അത്ഭുത മന്ത്രി നമുക്ക് താണിറങ്ങി വന്നിട്ടുണ്ടെന്ന് കാണാനും അറിയുവാനും അനുഭവിക്കുവാനും നാം ഒരുങ്ങുക. യഹോവ യുദ്ധം ചെയ്യും. പരിശുദ്ധ കന്യാമറിയാമിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിട്ട് ദൂതൻ മറിയത്തോട് പറഞ്ഞൊരു ജീവനുള്ള വചനമാണ് 1:33. ഞാൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരും ഷെയർ ചെയ്യണം. നമ്മെ പരിപാലിക്കുന്നതും പോറ്റുന്നതും പുലർത്തുന്നതും അതെ, മറ്റാരുമല്ല, ദൈവം നമ്മെ പോറ്റുന്നു. നികുതി കൊടുത്ത് തലക്കെണ്ണ തലക്കരങ്ങൾ കൊടുത്ത കാലം പോലെ ഇപ്പോഴും അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. നിലത്തിറങ്ങണമെങ്കിൽ വീടിന് കരം, അങ്ങനെ ഗവൺമെൻറ് ഒരു വക അങ്ങനെ ചെയ്യുന്നത് പോലെ സഭയ്ക്കും ഇന്ന് അങ്ങോട്ട് കൊടുത്തിട്ട് നാം ജീവിക്കുന്നത് ഓർക്കണം. എന്നാൽ നമ്മെ പോഷിപ്പിക്കുന്നത് സർവശക്തനായ ദൈവമാണെന്ന് തിരുവചനത്തിലൂടെ രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ ഇന്ന് ദൈവം ഭാഗ്യം തന്നു. ഈ രാജാക്കന്മാരുടെ രാജാവിനെ നമുക്ക് ഒത്തുചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. അവൻ അത്ഭുത മന്ത്രി, അവനാണ് ഉന്നത കോടതി. ആ കോടതിയിലേക്ക് കടന്നു പോകുക. നമുക്ക് തമ്മിൽ വാദിക്കാം. സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭിന്നതകളും മറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ, കലഹം എല്ലാം വിട്ടുകളഞ്ഞ് ഈ വലിയ നോമിൻ്റെ ഈ അവസ്ഥയിലും ഇപ്രകാരം പറയുവാനും പ്രവർത്തിക്കുവാനും ലോകത്തെ അറിയിക്കുവാനും എങ്ങനെയാണ് കഴിയുന്നത്? വേദനയോടെ മാത്രമാണ് ഈ മെസ്സേജ് കണ്ടപ്പോൾ ഇപ്രകാരം ലോകത്തോട് പറയണം. അതുകൊണ്ട് ബാബ തിരുമനസ്സുകൊണ്ട്
ഇങ്ങനെ പറയരുത്. തൻ്റെ ജനത്തെ ഇനിയും മുറിവേൽപ്പിക്കരുത്. കരയുന്നവരെ കർത്താവ് കണ്ണുനീർ തുടയ്ക്കുന്നു. നിങ്ങളാരുമല്ലല്ലോ കണ്ണുനീര് തുടയ്ക്കുന്നത്, വേദനകൾ ഒപ്പിയെടുക്കുന്നത്, മാറാരോഗങ്ങൾ വരുന്നത് എന്തുകൊണ്ടെന്ന് വചനത്തിൻ്റെ ശക്തി തിരിച്ചറിയുക. ദിനമതിൻ തുടക്കത്തിൽ മനുവേലിൻ മുഖഭൂജം ദർശിച്ച നരന് ഒരു ദുരിതം വരില്ല. അതേ, തിരുമൊഴി പഠിക്കുവാൻ, തിരുവചനം ഗ്രഹിക്കുവാൻ ഒരുങ്ങുന്നു എങ്കിൽ, ഭക്ഷിക്കുന്നുവെങ്കിൽ ഇപ്രകാരം തമ്മിൽ തല്ലിന് പോകില്ല. തമ്മിൽ സ്നേഹിപ്പിനെന്ന് പറഞ്ഞു പോയ ആ കൽപ്പന മറക്കരുതേ എന്നോർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.